ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. CPOൻ്റെ എക്സാം കഴിഞ്ഞു. നമ്മൾ പഠിപ്പിച്ച സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു മുഴുവൻ ചോദ്യങ്ങളും വന്നത്. അപ്പം നമുക്ക് അടുത്തായിട്ട് വരുന്ന എക്സാം എന്ന് പറയുന്നത് ഫയർമാൻ ആണ്. ജൂലൈ 4-നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കാനുള്ളത്. അതിലും നമുക്ക് 20 മാർക്ക് വാങ്ങണം. അപ്പോൾ നമുക്ക് നേരം കളയേണ്ട 3 ടോപ്പിക്കായിട്ടാണ് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. ഫയർ, ഫസ്റ്റ് എയ്ഡ്, IT ആക്ട് അല്ലേ? അതിൽ ഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് ഇന്ന് വരുന്നത്. 30 ചോദ്യങ്ങളോളം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ 30-ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജ്വലനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, ജ്വലനം ഒരു താപശോഷക രാസപ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ജ്വലന സമയത്ത് ഉണ്ടാകുന്ന പുതിയ രാസപദാർത്ഥങ്ങളെ എക്സോസ്റ്റ് എന്ന് വിളിക്കുന്നു. ജ്വലനത്തിന് സഹായിക്കുന്ന ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്ന് വിളിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജ്വലനം ഒരു താപശോഷക രാസപ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. ആണോ? അല്ലല്ലേ. ജ്വലനം എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ് അല്ലേ? താപമോചക പ്രവർത്തനമാണ് ജ്വലനം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് തെറ്റായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ജ്വലന സമയത്ത് ഉണ്ടാകുന്ന പുതിയ രാസപദാർത്ഥങ്ങളെ എക്സോസ്റ്റ് എന്ന് വിളിക്കുന്നു. ശരിയാണ് അല്ലേ? മൂന്നാമത്തെ പ്രസ്താവന, ജ്വലനത്തിന് സഹായിക്കുന്ന ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ആണ് ശരി. 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജ്വലനം സംഭവിക്കുന്നതിന് ആവശ്യമായ 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫയർ ട്രയാങ്കിൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഫയർ ട്രയാങ്കിൾ പഠിക്കാനുണ്ട്. അതിൽ ജ്വലനം സംഭവിക്കുന്നതിന് ഏറ്റവും ആവശ്യമായ 3 കാര്യങ്ങളാണ് 3 കോർണറിലായിട്ട് കൊടുത്തത്. ഏതൊക്കെയാണവ? ഒന്നാമത്തത് ഇന്ധനം, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് താപം. ഇതാണ് ജ്വലനം സംഭവിക്കുന്നതിന് ആവശ്യമായ 3 പ്രധാന ഘടകങ്ങൾ. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇന്ധനം, ഓക്സിജൻ, താപം അല്ലേ? അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി അഗ്നിയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി അഗ്നിയെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. എത്രയാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? 5 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 5 ടൈപ്സ്? ഒന്നാമത്, രണ്ടാമത്തെ എന്താണ്? ജെറ്റ് ഫയർ അല്ലേ? ജെറ്റ് ഫയർ. മൂന്നാമത്തത് ഫ്ലാഷ് ഫയർ. നാലാമത്തത് ഫയർ ബോൾസ്. അഞ്ചാമത്തത് ഫ്ലെയിംസ്. ഓക്കെ അല്ലേ? 5 ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആകൃതി, വലിപ്പം, അതുപോലെ തന്നെ വ്യാപന രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ. അതായത് തീയിന്റെ ആകൃതി, തീയിന്റെ വലിപ്പം, തീ വ്യാപിക്കുന്ന രീതി എന്നീ 3 അടിസ്ഥാനത്തിൽ, എന്നീ 3 ഫാക്ടിന്റെ ബേസിൽ അഗ്നിയെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫ്ലാഷ് ഫയർ, ഫയർ ബോൾസ്, ഫ്ലെയിംസ്. ഓക്കെ അല്ലേ? നമുക്ക് ഇവയൊക്കെ എന്താ നോക്കാം. എന്താണ് ജെറ്റ് ഫയർ? ജെറ്റ് ഫയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെറ്റ് ഫയർ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും. ജെറ്റ് ഓർമ്മയില്ല നിങ്ങൾക്ക്? ജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അതായത് അതുപോലെ തന്നെ ജെറ്റിന്റെ ബാക്കിൽ നിന്ന് തീ വരുന്ന കണ്ടിട്ടില്ലേ? സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഉയർന്ന മർദ്ദത്തിലോ ഇന്ധനമോ വാതകമോ പൈപ്പിൽ നിന്നോ മറ്റോ ലീക്കായി വലിയ ശക്തിയോടെ പുറത്തേക്ക് വരുമ്പോൾ തീ പിടിക്കുന്നതിനെ പറയുന്ന പേരാണ് ജെറ്റ് ഫയർ. ഓക്കെ അല്ലേ? നമ്മുടെ ജെറ്റ് ആലോചിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ്. ഇനി അടുത്തത് പൂൾ ഫയറും സിമ്പിളാണ്. പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുളമല്ലേ? നമ്മൾ ഒരു റോഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിലൊരു കുഴിയുണ്ട്. അത് കൂടെ ഒരു വണ്ടി പോയി. ആ വണ്ടി പോയിട്ട് അത് പെട്രോൾ ലീക്കായിട്ട് ഈ കുഴിയിൽ വീണു. അപ്പോൾ ഇതിൽ കുഴിയിൽ മുഴുവൻ എന്തായി? പെട്രോളായി. ഓക്കെ അല്ലേ? ആ പെട്രോള് എന്താണ്? ഒരു ഇന്ധന ശേഖരമാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ആ കുഴിയിൽ ഇന്ധനം ശേഖരിച്ച് നിൽക്കുക. ആ സമയത്ത് ബാഷ്പവും ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ എന്ത് പറയും? പോൾ ഫയർ എന്ന് പറയും. ഓക്കെ അല്ലേ? അതായത് ദ്രാവകം തറയിൽ പരന്നു കിടന്നിട്ട് കത്തുന്ന ഒരു സാധാരണ തീപിടുത്തത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ ഫയർ എന്ന് പറയുന്നത്. ഒരു കുളം പോലെ, അതുകൊണ്ടാണ് പോൾ എന്ന് പറഞ്ഞ പേരിട്ടത്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വായുവിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കത്തുന്ന സ്വഭാവമുള്ള വാതകങ്ങളോ നീരാവിയോ പെട്ടെന്ന് കത്തുമ്പോഴുണ്ടാകുന്ന എന്താണ്, അതിനാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വായുവിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കത്തുന്ന വാതകങ്ങളോ നീരാവിയോ പെട്ടെന്ന് കത്തുമ്പോഴാണ് ഫ്ലാഷ് ഫയർ. പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് തന്നെ പോകും. ഓക്കെ, വലിയ ശബ്ദം ഉണ്ടാവുക അങ്ങനെ ഉണ്ടായിരിക്കില്ല, വലിയ പ്രഷർ ഉണ്ടായിരിക്കും അതും ഉണ്ടായിരിക്കില്ല. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ അത് ആളിപ്പടർന്ന് ഇല്ലാതാകും എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഫയർ ബോൾസ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ബോൾ പോലെ അല്ലേ, ഒരു ബോൾ പോലെ നമുക്ക് തോന്നും. എന്താണ്, വൻതോതിൽ ഇന്ധനം പെട്ടെന്ന് പുറന്തള്ളപ്പെടുകയും അതുപോലെ തന്നെ ഒറ്റയടിക്ക് തീപിടിക്കുകയും ഒരു പന്ത് പോലെ വൃത്താകൃതിയിൽ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ടൈപ്പ് ഫയറിനെയാണ് നമ്മൾ ഫയർ ബോൾസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഈ ഫയർ ബോൾസിന്റെ മറ്റൊരു പേരാണ് ബ്ലീവ് എന്ന് പറയും. ഓക്കെ, ബ്ലീവ്. ആ ബ്ലീവിന്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? BLEVE എന്നല്ലേ ബ്ലീവ്? ഓക്കെ അല്ലേ? അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബോയിലിംഗ്. നോക്കണേ, ബോയിലിംഗ് മറക്കരുതേ. ബോയിലിംഗ്. ലിക്വിഡ്. ലിക്വിഡ്. E എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഡിങ്. എക്സ്പാൻഡിങ്. V എന്ന് പറയുന്നത് വേപ്പർ. E എന്ന് പറയുന്നത് എക്സ്പ്ലോഷൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് ബ്ലീവിന്റെ ഫുൾ ഫോം. ഇത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് ആകൃതി, വലിപ്പം, അതുപോലെ തന്നെ വ്യാപന രീതി, ഇതിനെ ബേസ് ചെയ്തിട്ട് ഫയറിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലിക്കുന്ന പ്രതിഭാസം ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാണ്? ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, കുളം പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതാണ്? അറിയുന്നുണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓപ്ഷൻ സി ആണല്ലേ, പൂൾ ഫയർ. അഞ്ചാമത്തെ ചോദ്യം, പൈപ്പ് ലൈനുകളിലൂടെ ഒരു ഉറവിടത്തിൽ നിന്ന് ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക വാതക ഇന്ധനം ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ജ്വലിക്കുന്നതിന് പറയുന്ന പേര് ഏതാണ്? നമ്മൾ പറഞ്ഞു, ഏതാണ്? പൈപ്പ് ലൈന്, ജെറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. ഓപ്ഷൻ ബി, ജെറ്റ് ഫയർ ആണ് അല്ലേ? ഓപ്ഷൻ ബി, ജെറ്റ് ഫയർ. ആറാമത്തെ ചോദ്യം, കത്താൻ പര്യാപ്തമായ ഇന്ധന ബാഷ്പമോ പൊടിയോ ആവശ്യമായ വായുവിന്റെ സാന്നിധ്യത്തിൽ പെട്ടെന്നും തീവ്രമായും കത്തുന്നത് ഏതാണ്? അതാണ് ഫ്ലാഷ് ഫയർ. ഏഴാമത്തെ ചോദ്യം, ഇന്ധന ബാഷ്പവും വായുവും കൂടി കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ പറയുന്ന പേരെന്താണ്? ഗോളാകൃതി. നമ്മൾ പറഞ്ഞു ബോൾ പോലെ. ഏതാണ്? ഓപ്ഷൻ ബി ഓപ്ഷൻ സി, ഫയർ ബോൾസ് അല്ലെ? ഓപ്ഷൻ സി, ഫയർ ബോൾസ്. എട്ടാമത്തെ ചോദ്യം, ബ്ലീവ് വികസിപ്പിക്കുമ്പോൾ ഫയർ ബോൾസ് സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുന്ന ഈ പ്രതിഭാസത്തിന്റെ പൂർണ്ണരൂപം എന്താണ്? ബ്ലീവിന്റെ പൂർണ്ണരൂപം ആണ് ചോദിച്ചത്. ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു, ബേണിംഗ് അല്ല, അത് ഉറപ്പിച്ചു. ബ്ലാസ്റ്റും അല്ല, ഉറപ്പിച്ചു. ബോയിലിംഗ് ആണ്. ഏതാണ്? എക്സ്പാൻഡിങ് ആണല്ലോ വരിക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെ വിളിക്കുന്ന പേര്? ഡിഫ്യൂഷൻ എന്ന പേര് അവിടെ തന്നെ വന്നുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഏതാണ്? ഓപ്ഷൻ സി, ഡിഫ്യൂഷൻ ഫ്ലെയിം. പത്താമത്തെ ചോദ്യം, ജ്വാലയുടെ വലിപ്പത്തെയും ജ്വലന നിരക്കിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ജ്വാലയുടെ വലിപ്പത്തെയും ജ്വലന നിരക്കിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ സി, ഡിഫ്യൂഷന്റെ നിരക്ക് ആണ് അല്ലെ? 11ാമത്തെ ചോദ്യം, ഊഷ്മാവ് ഉയരുമ്പോൾ ഡിഫ്യൂഷന്റെ നിരക്കിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഡിഫ്യൂഷൻ പതുക്കെയാണ് ആവുക, അതുപോലെ തന്നെ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കുന്നു, മാറ്റമില്ലാതെ തുടരുന്നു, ഡിഫ്യൂഷൻ പൂർണ്ണമായി നിലയ്ക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കുന്നു. അതായത് ടെമ്പറേച്ചർ ഉയരുമ്പോൾ ഡിഫ്യൂഷന്റെ നിരക്ക് എന്താണ്? വേഗത്തിൽ നടക്കും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കും. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം നോക്കാം.
ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന മിശ്രിതം ഒരു പരിധിക്കുള്ളിൽ ആകുമ്പോൾ മാത്രമാണ് ജ്വലനം സാധ്യമാക്കുന്നത്. ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന മിശ്രിതം ഏത് പരിധിക്കുള്ളിൽ ആകുമ്പോൾ മാത്രമാണ് ജ്വലനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാകുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, ജ്വലന പരിധി. 13ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവ ശരിയായി ജോഡി ചേർക്കുക. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? നോക്കാം. പോൾ ഫയർ ഏതാണ്? നമ്മൾ പറഞ്ഞു എന്തുപോലെ ഇരിക്കും? ഇന്ധന ശേഖരമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 എന്ന് പറയുന്നത് എയിലോട്ട് പോകും. ജെറ്റ് ഫയർ പൈപ്പ് ലൈനുകളുടെ പ്രവാഹം വഴിയുള്ള ജ്വലനമാണ് അല്ലേ? അപ്പോൾ ജെറ്റ് ഫയർ സിയിലോട്ട് പോകും. 2 സിയിലോട്ട് പോകും. 3ാമത്തത് ഫ്ലാഷ് ഫയർ ആണ്. എന്താണ്? പെട്ടെന്നുള്ള തീവ്രമായ ജ്വലനത്തെയാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. അപ്പം 3 ബി ആണ്. 4ാമത്തെ ഫയർ ബോൾസ് ഗോളാകൃതി ജ്വലനമാണ്, ബ്ലീവ് എന്ന് പറഞ്ഞു അല്ലേ? 4 ഡി. ഇത് വരുന്ന ഓപ്ഷൻ ഏതാണ് നോക്കുക അല്ലേ? 1 എ വരുന്ന ഓപ്ഷൻ ഒന്നുള്ളൂ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യം, അഗ്നിസവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, തീപിടുത്തമുണ്ടായാൽ ജ്വാലയേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുന്നത് അതിലെ താപമാണ്. തീപിടുത്തം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒന്നാണ്. ക്ലാസ് ഡി തീപിടുത്തങ്ങളിൽ ജലം ഉപയോഗിക്കുന്നത് തീ വളരെ വേഗത്തിൽ കെടുത്താൻ സഹായിക്കും. തീപിടുത്തം ചുരുങ്ങിയ സമയം കൊണ്ട് സർവനാശമുണ്ടാക്കാൻ പര്യാപ്തമാണ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ വരിക ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. തീപിടുത്തമുണ്ടായാൽ ജ്വാലയേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുന്നത് താപമാണ്. ശരിയാണ്. തീപിടുത്തം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒന്നാണ്. അതും ശരിയാണ്. നമുക്ക് ഓപ്ഷൻ സി അവിടെ വെക്കാം. എന്നിട്ട് ഓപ്ഷൻ ഡി വായിച്ചു നോക്കാം. തീപിടുത്തം ചുരുങ്ങിയ സമയം കൊണ്ട് സർവനാശം ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതും ശരിയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഈ സംഭവം അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് തെറ്റായ പ്രസ്താവന, ഇതാണ്. അപ്പൊ ശരിയായ ഉത്തരം സി ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? എന്താണ് പറയുന്നത്? ക്ലാസ് ഡി തീപിടുത്തങ്ങളിൽ ജലം ഉപയോഗിക്കുന്നത് തീ വളരെ വേഗത്തിൽ കെടുത്താൻ സഹായിക്കും. ഇല്ലല്ലോ. ക്ലാസ് ഡി പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? ക്ലാസ് ഡി എന്ന് പറയുന്നത് കത്തുന്ന ലോഹങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലേ. കത്തുന്ന ലോഹങ്ങളിൽ ജലമൊഴിച്ചാൽ എന്താ ഉണ്ടാവുക? വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക അല്ലെ? കത്തുന്ന ലോഹങ്ങളിൽ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാവുക. സോ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്ലാസ് ഡി ഫയറിൽ ജലം ഉപയോഗിക്കാൻ പാടില്ല. 15ാമത്തെ ചോദ്യം, നമുക്കിനി ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയോ? നമുക്ക് പഠിക്കാനുള്ളത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ അല്ലേ? എ, ബി, സി, ഡി, ഇ. ഏതൊക്കെയാണ്? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫ്. മൊത്തം 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഫയറിന്റെ ഉള്ളത്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ പറയുന്നത് ക്ലാസ് എ ഫയർ ആണ്. ക്ലാസ് എ ഫയർ. ഓക്കെ അല്ലേ? ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞാൽ കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളാണ്. ഓക്കെ, എന്താണ്? ഖരവസ്തുക്കളിൽ കേട്ടോ. ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്നതാണ് ക്ലാസ് എ ഫയർ. അതിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? വുഡ്, പേപ്പർ, ടെക്സ്റ്റൈൽസ്, അതായത് മരങ്ങള്, പേപ്പറ്, കാർഡ്ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് എയിൽ വരുന്നത്. മനസ്സിലായില്ലേ? തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലെ തീപിടുത്തമാണ് എ. ഖരവസ്തുക്കളിൽ ഉണ്ടാവുന്നതാണ് എ. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഈ ഖരം നമുക്ക് എങ്ങനെയൊക്കെ കെടുത്താൻ പറ്റും? ഖരത്തിലാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലല്ലേ? ഖരത്തിൽ തീ പിടിച്ചാൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് തന്നെ കെടുത്താൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലാസ് ബി. ക്ലാസ് ബി എന്ന് പറയുന്നത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കുറിച്ചാണ് കേട്ടോ. ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാവുന്നത്, ലിക്വിഡ്സിൽ ഉണ്ടാവുന്നതാണ് ബി. ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഏതൊക്കെയാണ്? പെട്രോള്, മണ്ണെണ്ണ, അതുപോലെ തന്നെ ആൽക്കഹോള്, പെയിന്റ്, ഇതൊക്കെ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളാണ്. ഓക്കെ അല്ലേ? ഇത് കെടുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഏതൊക്കെയാണ്? ജലം ഉപയോഗിക്കാൻ പറ്റുമോ? ദ്രാവകം അതായത് കത്തുന്ന ദ്രാവകങ്ങളിൽ വെള്ളം ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പത, അതുപോലെ തന്നെ DCP എന്ന് പറയും, ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്ന ഉപയോഗിച്ചിട്ടാണ് ബി ക്ലാസ് തീപിടുത്തം നമുക്ക് കെടുത്താൻ പറ്റുക. ഓക്കെ അല്ലേ? ലിക്വിഡ് പഠിച്ചു.
ഗരവും പഠിച്ചു. ഗരം എന്ന് പറയുന്നത് ക്ലാസ് എ ഫയറിൽ വരുന്നു. ക്ലാസ് ബി ഫയറിൽ വരുന്നത് ലിക്വിഡ്, കത്തുന്ന ലിക്വിഡ്സ്, അതായത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ, ആൽക്കഹോള്, പെട്രോള്, മണ്ണെണ്ണ പോലത്തെ. ഓക്കെ അല്ലേ? ഇനി പഠിക്കാനുള്ളത് ക്ലാസ് സി ആണ്. ക്ലാസ് സി എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? LPG ഗ്യാസസ് പറയുന്നത് LPG ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടൈൻ, പ്രൊപ്പെയിൻ, നാച്ചുറൽ ഗ്യാസ്, അതൊക്കെയാണ് ഏതിന് വരുന്നത്? ക്ലാസ് സി ഫയറിൽ വരുന്നത്. ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞാൽ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ഓക്കെ അല്ലേ? LPG ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ഒക്കെ തീ പിടിക്കുന്ന ഒരു വാതകമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ഡി ആണ്. ക്ലാസ് ഡി എന്ന് പറയുന്നത് എന്താണ്? അത് ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ഓക്കെ, ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകളല്ല, ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്ന ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, അലുമിനിയം, സോഡിയം, കാൽസ്യം, സിങ്ക്, ഇതൊക്കെ എന്താണ്? ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളാണ്. ഇവയിൽ ഉണ്ടാവുന്നതാണ് ഡി. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ എ പഠിച്ചു. എ എന്താണ്? ഖരങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തം. ബി പഠിച്ചു, എന്താണ്? ലിക്വിഡ്സിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ജ്വലന സ്വഭാവമുള്ള ലിക്വിഡ്സിൽ. സി പഠിച്ചു, എന്താണ്? ഗ്യാസസിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ഇപ്പോൾ ഇതാ ഡിയും പഠിച്ചു, എന്താണ്? ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇ ആണ്. നമുക്ക് പഠിക്കാനുള്ളത്. ഈ സിമ്പിൾ ആണ്. ഇ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കലുമായിട്ടുണ്ടാകുന്ന തീപിടുത്തമാണ് ഏത് വരുന്നത്? ക്ലാസ് ഇ ഫയറിൽ വരുന്നത്. അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ഫ്യൂസ് ബോക്സ്, അതുപോലെ തന്നെ വയേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, അങ്ങനത്തെ ഉണ്ടാകുന്നതാണ് ഏത്? ക്ലാസ് ഇ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പഠിക്കാനുള്ളത് ക്ലാസ് എഫ് ആണ്. ക്ലാസ് എഫ് എന്ന് പറയുമ്പോൾ ഏതറിയോ? നമ്മുടെ പാചക എണ്ണയിലോ കൊഴുപ്പിലൊക്കെ ഉണ്ടാകുന്ന തീയാണ് ക്ലാസ് എഫിൽ ഉൾപ്പെടുന്നത്. കുക്കിംഗ് ഓയിൽസ്, ഫ്രൈയിങ് ഫാറ്റ്, ഇതിലൊക്കെ ഉണ്ടാവുന്നതാണ് എഫ്. ഓർക്കാൻ എളുപ്പമാണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് എന്ന് കണക്കാക്കിക്കൂടെ? ഫാറ്റ്, കൊഴുപ്പിൽ അല്ലെങ്കിൽ പാചക എണ്ണയിൽ ഉണ്ടാകുന്നതാണ് ക്ലാസ് എഫ്. ഈ കണക്റ്റാക്കാൻ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ. ഓക്കെ അല്ലേ? ഇലക്ട്രിക്കൽ അങ്ങനെ കണക്റ്റാക്കാം. ഡി ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ, സി ഗ്യാസിൽ, ബി ലിക്വിഡ്സിൽ, എ എന്ന് പറയുന്നത് ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫ്. ഓക്കെ അല്ലേ? ഇ ഇലക്ട്രിക്കൽ, എഫ് ഫാറ്റ്, എ ഖരം. ഓക്കെ അല്ലേ? ബി ലിക്വിഡ്സ്, സി ഗ്യാസ്, ഡി എന്താണ്? ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ. ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, അലുമിനിയം, സോഡിയം, സിങ്ക്. ഓർത്ത് വെക്കുക. 15ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു ഏതാണ് ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്നത്? സോളിഡ്സ് മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏതാണ്? ക്ലാസ് എ ആണ് അല്ലേ? ക്ലാസ് എ ആണ്. തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തം കെടുത്താൻ ഏറ്റവും അനുയോജ്യമായ അഗ്നിശമന ഉപാധി ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? ഖരങ്ങളിലൊക്കെ ഉപയോഗിക്കുക ഏതാണ്? അതായത് ഒരു മരക്കട്ടയ്ക്ക് തീ പിടിച്ച നമ്മൾ ഉപയോഗിക്കുക പൊതുവെ ഏതാണ്? അത് തന്നെ ഉപയോഗിക്കുക. ഏതാണ്? ജലമാണ്, വാട്ടറാണ് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി, ജലമാണ് ഉപയോഗിക്കുക. 17ാമത്തെ ചോദ്യം. ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ നോക്കണേ, ദ്രാവകം ലിക്വിഡ്സ് ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ. നമ്മൾ പഠിച്ച കാര്യമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നു. താഴെ പറയുന്നതിൽ ഇതിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അതായത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകം അല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പെട്രോള് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പെട്രോള് ജ്വലന സ്വഭാവമുള്ള ഒരു ദ്രാവകമാണ്. പെയിന്റ് ജ്വലന സ്വഭാവമുള്ള ഒരു ദ്രാവകമാണ്. ആൽക്കഹോൾ ജ്വലന സ്വഭാവമുള്ള ഒരു ദ്രാവകമാണ്. അസറ്റിലീൻ ആണോ? അല്ല, തെറ്റായ അല്ലേ? അസറ്റിലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാതകമാണ്. വാതകത്തെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ക്ലാസ് സിയിലാണ് വാതകങ്ങൾ വരിക. അപ്പോൾ ബി അല്ല. ഓക്കെ, ഓർത്ത് വെക്കണം. ക്ലാസ് ബി എന്ന് പറയുന്നത് ലിക്വിഡ്സ് ആണ്.
18ാമത്തെ ചോദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഓയിൽ എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്ന ക്ലാസ് ബി തീപിടുത്തം ശമിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഏതാണ്? നമ്മൾ പറഞ്ഞു പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ഏതാണ്? ഓപ്ഷൻ ബി, പത അല്ലെങ്കിൽ DCP, ഡ്രൈ കെമിക്കൽ പൗഡർ ആണ് ഉപയോഗിക്കേണ്ടത്. 19ാമത്തെ ചോദ്യം, LPG, ഹൈഡ്രജൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഗ്യാസ് ആണ് അല്ലേ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്യാസുകൾ ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്യാസിനെ കുറിച്ച് പറയുന്നത് സിയിലാണ് അല്ലേ? ഓപ്ഷൻ ബി, സി ആണ് ശരിയായ ഉത്തരം. 20ാമത്തെ ചോദ്യം, വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ക്ലാസ് സി തീപിടുത്തങ്ങൾ അണയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന അഗ്നിശമനികൾ ഏതെല്ലാമാണ്? ക്ലാസ് സി എന്ന് പറയുന്നത് ഗ്യാസ് ആണ് അല്ലെ? ഗ്യാസിനെ പറ്റിയത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? DCP പറ്റും. അതുപോലെ തന്നെ അലസവാതകങ്ങൾ, ഹാലോണും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അടങ്ങിയ അഗ്നിശമനികളാണ് ഏറ്റവും ഉപകാരമുള്ളത് ക്ലാസ് സി അണയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? 21ാമത്തെ ചോദ്യം, ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളാണ് ഏതാണ്? ക്ലാസ് ഡി ആണ്. ലോഹങ്ങൾ എന്ന് പറയുന്നത് ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് ഡി ആണ്. ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഇതിൽ ഉൾപ്പെടുന്നത്? നമ്മൾ പറഞ്ഞത് ഏതാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മളെ ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സോഡിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഗ്നീഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏതാണ്? 3 ഉണ്ട് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? 22ാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫ്യൂസ് ബോക്സ്, വയറുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ പറയുന്നതാ ഇലക്ട്രിക്കൽ, ഇ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. 23ാമത്തെ ചോദ്യം, അടുക്കളയിൽ പാചക എണ്ണയോ കൊഴുപ്പോ ഉൾപ്പെട്ട് ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? ഏതാണ്? ഫാറ്റ്, എഫ്, സിമ്പിൾ, ഓപ്ഷൻ ഡി. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചത്. ക്ലാസ് എ തീപിടുത്തങ്ങൾക്ക് ജലം ഒരു മികച്ച അഗ്നിശമനിയാണ്. ശരിയാണല്ലേ? ക്ലാസ് എ തീപിടുത്തങ്ങൾക്ക് ജലം ഒരു മികച്ച അഗ്നിശമനിയാണ്. ശരിയാണല്ലേ? ക്ലാസ് എ എന്ന് പറയുന്നത് ഏതാണ്? ഖരമാണ്, ഖരം വസ്തുക്കൾ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി, പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീ കെടുത്താൻ ജലം നേരിട്ട് ഒഴിക്കുന്നത് അപകടകരമാണ്. ശരിയാണോ? യെസ്, അതും ശരിയാണ്. സോഡിയം, മഗ്നീഷ്യം എന്നിവ കത്തുമ്പോൾ ജലം ഒഴിച്ചാൽ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പൊട്ടിത്തെറിയുണ്ടാകും. യെസ്, അതും ശരിയാണ്. നമ്മൾ പറഞ്ഞു ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ജലം ഒഴിക്കുമ്പോൾ അത് വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. തെറ്റായ പ്രസ്താവന ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും തെറ്റ്. അതായത് ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾ കെടുത്താൻ ജലം ധാരാളമായി ഉപയോഗിക്കാം. തെറ്റാണ്. കാരണം എന്താണ്? വെള്ളം വൈദ്യുതിയായി കടത്തിവിടുന്നതിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ തീപിടുത്തം വന്നാൽ വെള്ളം ഉപയോഗിച്ചാൽ എന്താവും? നമുക്ക് ഷോക്ക് ഏൽക്കുക ഉണ്ടാവുക അല്ലെ? അതായത് ഇലക്ട്രിക് പാസ് ചെയ്യുന്ന സംഭവത്തിൽ വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും? ഷോക്ക് ഏൽക്കും. അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ്, ഓപ്ഷൻ ഡി. 25ാമത്തെ ചോദ്യം, എണ്ണമയമുള്ള ദ്രാവകങ്ങൾ കത്തുമ്പോൾ ഫോം ഉപയോഗിക്കുന്നത് തീ കെടുത്താൻ സഹായിക്കുന്നത് എങ്ങനെ? എണ്ണമയമുള്ള ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ അല്ലെ? അത് കത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക, അത് കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു, പതയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ആ തീ കെടുത്താൻ വേണ്ടി സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഇത് കത്തുന്ന ദ്രാവകത്തിന് മുകളിൽ ഒരു പാളി ഉണ്ടാക്കി ഓക്സിജൻ ലഭ്യത തടയുന്നു. അതായത് ഇവിടെയാണ് നമ്മുടെ പെട്രോൾ പോയിട്ടുണ്ട്, ഈ പെട്രോള് ഇവിടെ കത്തുകയാണ് വിചാരിക്കുക. കത്തുന്ന സമയത്ത് നമ്മൾ പതയുള്ള അഗ്നിശമനി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന്റെ മേലെ പതയായി, അപ്പൊ എന്ത് വരും? ഓക്സിജനുമായിട്ടുള്ള ടച്ച് അല്ലെങ്കിൽ സമ്പർക്കം അവിടെ നിന്ന് പോയി. അപ്പൊ സംഭവം കെട്ടുപോകും, തീ കെട്ടുപോകും. അങ്ങനെയാണ് അല്ലേ? 26ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവ ശരിയായി ജോഡി ചേർക്കുക. നമ്മൾ പഠിച്ച കാര്യമാണ്, മാച്ച് ചെയ്യാനാണ് ചോദിച്ചത്. ഏതാണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏത് വരും? ക്ലാസ് എ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, ഖരവസ്തുക്കളാണ് അല്ലെ? അപ്പോൾ സി ആണ് വരിക. രണ്ടാമത്തത് ഏതാണ്? ക്ലാസ് ബി ഫയറാ. ക്ലാസ് ബി ഏതാണ്? ദ്രാവകങ്ങൾ, അതായത് പെട്രോൾ, ഓയിൽ. അപ്പോൾ ഡി വരും. ഓക്കെ അല്ലേ? മൂന്നാമത്തത് എന്താണ്? ക്ലാസ് സി. ക്ലാസ് സി ഏതാണ്?
വാതകങ്ങളാണ് നമ്മൾ പറഞ്ഞു അല്ലേ, വാതകങ്ങളാണ്. അപ്പോൾ എ വരും. നാലാമത്തത് വരുന്നത് എഫ് ആണ്. ക്ലാസ് എഫ് ഫാറ്റ് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പാചക എണ്ണയും കൊഴുപ്പും, അതായത് ബി. ഇത് വരുന്ന ആൻസർ ഏതാണ്? 1 സിയും 2 ഡി വരണം. 2 ഡി വരുന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? 27ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ജ്വലനം സംഭവിക്കാൻ ഇന്ധനം, ഓക്സിജൻ, താപം എന്നിവ ആവശ്യമാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ? ഓപ്ഷൻ ഒന്നാമത്തത് ശരിയാണ്. അതായത് ഇന്ധനം, ഓക്സിജൻ, താപം നമ്മൾ പറഞ്ഞു ഫയർ ട്രയാങ്കിൾ, അതിലെ 3 ഘടകങ്ങളാണ് ഇവ. ഇന്ധനം, ഓക്സിജൻ, താപം ഒരു ജ്വലനം ഉണ്ടാവാൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇവയിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ജ്വലനം നിലനിൽക്കില്ല. അതും ശരിയാണ് അല്ലേ? 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉം ശരി. 28ാമത്തെ ചോദ്യം എന്താണ്? തടി, പേപ്പർ, തുണി എന്നിവയിലുണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? എക്സാമ്പിൾ വെച്ച് ചോദിച്ചു അല്ലേ? ഏതാണ്? തടി, പേപ്പർ, തുണി ഖരവസ്തുക്കളല്ലേ? അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? ഓപ്ഷൻ എ, ക്ലാസ് എയിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് ബി ആണെന്നറിയാം. അണയ്ക്കാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലൊക്കെ നിലത്ത് പോയാൽ എന്തുണ്ടാക്കും? മുകളിലൊരു ഫോം ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം അവിടെ ക്ലോസ് ചെയ്യണം. എന്നിട്ടാണ് അവിടെ തീ കെടുത്തുക അല്ലേ? അതിനുവേണ്ടി അത് ഉപയോഗിക്കുക, പതയാണ് ഉപയോഗിക്കുക അല്ലേ? ഓപ്ഷൻ ബി, പതയാണ് ശരിയായ ഉത്തരം. 29ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 30ാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേട്ടോ. ഇത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം പറയണം. ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? നിങ്ങൾ എ, ബി, സി, ഡി ഇതിലേതാണ് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ചോദ്യം വായിച്ചു തരാം. പാചകവാതകമായ LPG, അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്കെ അല്ലേ, എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ക്ലാസ് എ ആണ്. ക്ലാസ് ബി ആണ്. ഓപ്ഷൻ സി ക്ലാസ് സി ആണ്. ഓപ്ഷൻ ഡി ക്ലാസ് എഫ് ആണ്. ഉത്തരം നിങ്ങൾ എന്താണ്? കമന്റ് ആയിട്ട് ഇടുക.